ഹായ്, ഞാനൊരു കാര്യം പറയട്ടെ. വേറെ ഒന്നല്ല, നമ്മില്ലേ ടെൻഷൻ അടിച്ചു കഴിഞ്ഞിട്ടില്ല, മാനസികമായിട്ട് ടെൻഷൻ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടില്ല, അത് നമ്മളെ ശരീരത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കും കേട്ടോ. നമ്മളെ ഈ ഹൃദയമിടിപ്പൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ പട്ട അടിക്കും. ഈ അടിക്കുമ്പോണ്ടല്ല നമ്മളെ ഈ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല രീതിയിലുള്ള ധമനികളൊക്കെ ഇത് എന്താ പറയുക നല്ല രീതിയിൽ ബാധിക്കും. ആ പ്രഷർ ബാധിക്കും. അത് ഈ അറ്റാക്കൊക്കെ വരാനായിട്ട് സാധ്യതയായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു അറ്റാക്ക് ചെയ്യുന്ന അവസാനിക്കും. പിന്നെ നമ്മളെ ബോഡിക്ക് തന്നെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുള്ള ലെവലിലാണ് നമ്മളെല്ലാവരും പല പ്രതിസന്ധികളും ഇങ്ങനെ തരണം ചെയ്ത് പോകുന്നത്. അപ്പോൾ ചില ആൾക്കാരിൽ ഈ പറഞ്ഞ ടെൻഷൻ ഉണ്ടല്ല, ഒരു രീതിയിൽ അവർക്ക് ആ ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ട് മാറുമ്പോൾ അതൊരു അറ്റാക്കായിട്ട് മാറി പെട്ടെന്നുള്ള ചിലപ്പോൾ വല്ല മരണമോ അല്ലെങ്കിൽ പല രീതിയിലുള്ള വയ്യായിലേക്ക് അത് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞത് ടെൻഷൻ അടിക്കുന്നതെന്ന് ഞാൻ പറയില്ല. ടെൻഷൻ പ്രശ്നം വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കും, അത് സ്വാഭാവികമാണ്. നമ്മളെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും രീതിയിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കും, നമ്മൾ വിഷമിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ചാൽ വിഷമിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. ആ പരിധിയിലേക്ക് കഴിഞ്ഞ് നമ്മൾ വിഷമം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൃദയത്തിന് അത് താങ്ങാൻ പറ്റണേലും അപ്പുറമായിട്ട് മാറുന്ന പെട്ടെന്നിരിക്കും നമ്മൾ തലയിറങ്ങി വീണ് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് മരണത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണമല്ല, നമുക്ക് എന്ത് പറഞ്ഞാലും വരാനുള്ളതൊരു മാക്സിമം നമ്മളത് ഞാൻ എനിക്കറിയില്ല എന്താ വരാമോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളും സ്വാഭാവികമായിട്ട് സംഭവിച്ച് പറ്റിയത് സംഭവിക്കും. നമുക്ക് ചിലപ്പോൾ അതിനെ പിടിച്ച് തന്നെ തടയാനും നമുക്ക് പറ്റില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മൾ കൂളാവാനായിട്ട് നമ്മളായിട്ട് തന്നെ പരിശ്രമിക്കുക, നമ്മളായിട്ട് തന്നെ അറിഞ്ഞുകൊണ്ട് ഒരു കൂളാവാനായിട്ട് ശ്രമിക്കുക. കാരണം നടക്കേണ്ടത് എന്തോരം നടക്കും. ഞാനിതുപോലെ കുറേ ടെൻഷനുകൾ ഇങ്ങനെ അടിച്ചതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇല്ലാതാവുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് ആ ടെൻഷനുകളെ കുറയ്ക്കാനും ഒരു കൂളായിട്ടിരിക്കാനായിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രഷറിൽ നിന്ന് നമുക്ക് കുറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ശരീരം എന്താ പറയുക റിയാക്ഷൻ ചെയ്ത് നമ്മൾ ചിലപ്പോൾ തളർന്ന് വീണ് മരണത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഞാൻ പല വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പറയാറില്ല, ശ്രമിക്കാമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ശ്രമിക്കുക, നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് കൂളായിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം നടത്തുക. നമ്മളെപ്പോഴും അതിന് തരം ചെയ്യുക, അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് ശ്രമിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ നടക്കില്ല ആയിരിക്കാം, നടക്കാത്തൊരു കാര്യം എനിക്ക് നമ്മൾ ശ്രമിച്ചാലും സപ്പോസ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ചിലപ്പോൾ നമ്മൾ ആ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ആ നടക്കാൻ ഒരു പ്രശ്നം മാറില്ല എന്ന് വിചാരിച്ചാൽ ആ ഒരു പ്രശ്നം ചിലപ്പോൾ നമ്മൾ ആ ശ്രമം കൊണ്ട് മാറി നമ്മൾ എന്താ പറയുക നമ്മുടെ ടെൻഷൻ അങ്ങനെ പോയി നമ്മളൊരു പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷനുകളുടെ ഭയങ്കരമായിട്ട് ഓവർകം ചെയ്ത് ടെൻഷൻ അടിക്കാതിരിക്കാൻ ശ്രമിക്കുക, കൂളായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ടെൻഷനുള്ള കാരണങ്ങൾ എന്താണോ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക, കൂളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ചിന്താഗതിയാണ് നമുക്ക് പെട്ടെന്ന് വരുന്ന എന്താ പറയുക ഈ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ കൂളാവണതും നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്താഗതി എങ്ങനെയാണോ എങ്ങനെ ഇരിക്കുമോ അതിനനുസരിച്ച് ഇരിക്കുള്ളൂ നമ്മളെ മനോഭാവം എങ്ങനെ ഇരിക്കണമെന്ന് ചിന്തിക്കുന്നതും നമ്മൾ ഈ പറഞ്ഞ ചിന്താഗതികളാണ്. അപ്പോൾ ചിന്താഗതികളിൽ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിപ്പോൾ ഞാൻ നിങ്ങളോടും കൂടി പറയണല്ലോ, ഞാൻ എന്നോട് കൂടിയായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്താം എന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നല്ല വരട്ടെ.